ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അത് ബാലൻസ് വന്ന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. മാത്രമല്ല കഷ്ടപ്പെട്ട് ബാക്കി ഇരുന്ന് കഴിക്കാൻ വേണ്ട, കളയാൻ വേണ്ട. ആ ബാലൻസ് വന്ന ഇഡ്ഡലി നമുക്ക് പുതിയൊരു ഈവനിങ് സ്നാക്സ് ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഉണ്ടാക്കി വെച്ചതിൽ നിന്നും ബാക്കിയായിട്ടുള്ള ഒരു 5 ഇഡ്ഡലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. അതിനുശേഷം ഗ്യാസിലോട്ടൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യൂബ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുള്ള പീസസ് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതിലോട്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് കടുകും ഉഴുന്നും ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒക്കെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവാളയാണ്. സവാള നീളത്തിലല്ല കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്ന, ക്യൂബ്സ് ആക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അത് മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഇഡ്ഡലിയുടെ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ മസാലയൊക്കെ ഇഡ്ഡലിയുടെ പീസസിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഇഡ്ഡലി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കോ വലിയവർക്കൊക്കെ ഒക്കെ നമുക്ക് പുതിയൊരു ഡിഷാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്